ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചിലർക്ക് മാത്രം എന്തിനാണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ലഭിക്കുന്നത്? അവർക്ക് മാത്രം എവിടെ നിന്നാണ് ഈ മാജിക് പവർ കിട്ടുന്നത്? ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാധിക്കാൻ സഹായിക്കുന്ന ആ മാജിക്കൽ ടൂളിനെക്കുറിച്ചാണ്. അതാണ് മാനിഫെസ്റ്റേഷൻ. ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തെക്കുറിച്ച് കേട്ട പഴഞ്ചൻ കാര്യങ്ങളെല്ലാം മറക്കുക. നമ്മൾ സംസാരിക്കുന്നത് അഡ്വാൻസ്ഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളാണ്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയാണ്. 1. നിങ്ങളുടെ DNA മാറ്റിയെഴുതുക. ആന്തരിക ശബ്ദം, ദി ഇന്നർ കോൺവെർസേഷൻ. നിങ്ങളുടെ പുറത്തുള്ള ലോകം നിങ്ങളുടെ ഉള്ളിലുള്ള ലോകത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. അതായത് നിങ്ങളുടെ ആന്തരിക സംഭാഷണമാണ്, ഇന്നർ കോൺവെർസേഷൻ, നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. നിങ്ങൾ സ്വയം എന്തു പറയുന്നു? എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് പണം കിട്ടില്ല, എനിക്കിതിന് കഴിയില്ല എന്നാണോ? നിങ്ങളുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഒരു വിത്ത് പാകുന്നതുപോലെയാണ് ഈ വാക്കുകളെ എടുക്കുന്നത്. നിങ്ങൾ നെഗറ്റീവ് വിത്തുകൾ പാകിയാൽ നെഗറ്റീവ് ഫലങ്ങളെ കൊയ്യാൻ കഴിയൂ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആന്തരിക സംഭാഷണത്തെ 24/7 നിരീക്ഷിക്കുക. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഉടൻ തന്നെ അതിനെ ക്യാൻസൽ ചെയ്ത് പോസിറ്റീവായ ഒരു അഫർമേഷൻ, ഉറപ്പ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക. ഞാൻ എല്ലാ സമൃദ്ധിയും ആകർഷിക്കുന്നു എന്ന് പറയുക. നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണം മാറ്റുക, നിങ്ങളുടെ പുറം ലോകം മാറും. 2. സമയത്തെ മറികടക്കുക. പ്രീ ഫീലിംഗ് ടെക്നിക്. പലരും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്കിത് വേണം, പക്ഷേ എപ്പോഴാണ് കിട്ടുക? ഈ എപ്പോഴാണ് എന്ന ചോദ്യം തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യും. കാരണം നിങ്ങൾ അതിനെ ഭാവിയിലേക്ക് തള്ളിവിടുകയാണ്. മാനിഫെസ്റ്റേഷൻ നിയമം പറയുന്നത് ഇതാണ്: നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ വികാരം നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിക്കണം. എങ്ങനെ ചെയ്യും? കണ്ണടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ വീട്, പുതിയ ജോലി, മികച്ച ആരോഗ്യം എന്നിവ ലഭിച്ചതായി സങ്കല്പിക്കുക. എന്നിട്ട് 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ആ അനുഭവം തീവ്രമായി അനുഭവിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ആ സന്തോഷം, ആശ്വാസം, ആവേശം എന്നിവ ഫീൽ ചെയ്യുക. നിങ്ങളുടെ വൈബ്രേഷനെ ആ ലക്ഷ്യത്തിന്റെ ലെവലിലേക്ക് ഉയർത്തുക. ഈ കിട്ടിയ ഫീലിംഗ് ആണ് പ്രപഞ്ചത്തിലേക്കുള്ള റോക്കറ്റ് ഫ്യൂൽ. 3. വിഷ്വലൈസേഷൻ അല്ല, ഇമാജിനേഷൻ. ദ പവർ ഓഫ് ഇമാജിനേഷൻ. വെറുതെ ഒരു ചിത്രം കാണുന്നതല്ല വിഷ്വലൈസേഷൻ, അത് ഇമാജിനേഷനാണ്. നിങ്ങളുടെ ഭാവനയാണ് നിങ്ങളുടെ ശക്തി. നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ ഇമാജിനേഷൻ ചെയ്യുക. കാരണം ഈ സമയത്താണ് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ വാതിലുകൾ തുറക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ അവസാനം മാത്രം കാണുക. ഉദാഹരണത്തിന്, പുതിയ ജോലി ലഭിച്ചതിന്റെ കൺഗ്രാജുലേഷൻസ് കോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായി സങ്കല്പിക്കുക. ആ സന്തോഷം മാത്രം മതി. ഇതൊരു ടാസ്കായി കാണരുത്, മറിച്ച് നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു കഥ പറച്ചിലായി കാണുക. നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് വേഗത്തിൽ യാഥാർത്ഥ്യമാകും. 4. കളി അവസാനിപ്പിക്കുക. സംശയം ഉപേക്ഷിക്കൽ. സ്റ്റോപ്പ് പ്ലേയിങ് ദ വെയിറ്റിംഗ് ഗെയിം. നിങ്ങളൊരു കാര്യത്തിനായി നിരന്തരം കാത്തിരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ കാത്തിരിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നൽകുന്നത്. സംശയം, ഡൗട്ട്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ വിഷമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഫലം ലഭിക്കുന്നതിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുക. ഡിറ്റാച്ച് ഫ്രം ദി ഔട്ട്കം. നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞു, അത് ഡെലിവറിയാകുമെന്ന് ഉറപ്പിച്ചു. ഇനി ആകുലപ്പെടാതെ നിങ്ങളുടെ ജീവിതം ജീവിക്കുക. ഏറ്റവും വലിയ രഹസ്യം നന്ദി പറയൽ, ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച എല്ലാത്തിനും, ഇനി ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കും ഇപ്പോൾ തന്നെ നന്ദി പറയുക. ഇത് നിങ്ങളുടെ വൈബ്രേഷനെ സ്ഥിരമായി ഹൈ ലെവലിൽ നിലനിർത്താൻ സഹായിക്കും. ഈ 4 അഡ്വാൻസ്ഡ് ടൂളുകൾ: ആന്തരിക സംഭാഷണം മാറ്റുക, പ്രീ ഫീലിംഗ് ഉപയോഗിക്കുക, ഉറങ്ങുന്നതിന് മുൻപ് ഇമാജിനേഷൻ ചെയ്യുക, ഫലത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുക, നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ പ്രയോഗിക്കുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോകം നിങ്ങൾക്ക് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ അറിവ് നിങ്ങൾക്ക് പുതിയ ഊർജം നൽകിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വിജയങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.